ഓഡിഷൻ, സിനിമ ഇൻഡസ്ട്രിയിൽ ഓഡിഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇങ്ങനെയുള്ള സിനിമ ഇൻഡസ്ട്രിക്കകത്തിനെ കാട്ടി കൂടുതൽ ഫ്രോഡുകൾ, സിനിമ ഇൻഡസ്ട്രിയുടെ പേര് യൂസ് ചെയ്യുന്ന ഫ്രോഡുകളാണ് പുറത്തുള്ളത്. മാട്രോ മോഷൻ പിക്ചേഴ്സ് ഓഡിഷൻ വിളിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ലീഗൽ പ്രൊസീഡിങ്സ് അനുസരിച്ച് ഞങ്ങൾ ചെയ്യത്തുള്ളൂ. അല്ലാതെ ഒരാളിനെയും ഞങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല ഓഡിഷൻ വിളിക്കാൻ വേണ്ടി. ഒരു പ്രൊഡക്ഷൻ ബാനറിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ഇമേജ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നിങ്ങളുടെ പ്രൊഫൈലോ അയച്ചു കൊടുത്താൽ നിങ്ങളെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് ഇന്നൊരു പടം വരുന്നുണ്ട്, നിങ്ങൾ വന്ന് ടെസ്റ്റ് എടുക്കാൻ പറയും, സ്ക്രീൻ ടെസ്റ്റ് എടുത്ത് നോക്കാൻ പറയും. ഓഡിഷൻ വെച്ച് രജിസ്ട്രേഷൻ ഫീസ്, ക്യാമറ ടെസ്റ്റ്, സ്ക്രീൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ കൊടുക്കാതിരിക്കുക. അങ്ങനെ പൈസ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് ഫ്രോഡാണ്. വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രണ്ട്സ്. ഇത് കുറച്ച് ദിവസങ്ങൾ, അതായത് കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഓഡിഷനെ കുറിച്ചാണ്. ഓഡിഷൻ, സിനിമ ഇൻഡസ്ട്രിയിൽ ഓഡിഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരുപാട് പേര് ഓഡിഷൻ ചെയ്യുന്നുണ്ട്. ഓഡിഷൻ ചെയ്ത് ഒരുപാട് പേര് ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ട്, വരാതിരുന്നിട്ടുണ്ട്. ഓഡിഷനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഓഡിഷനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മാസം മുമ്പ്, ഒരു മാസമായിട്ടില്ല, ഒരു 2-3 വീക്സ് ആയി ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അതായത് മാട്രോ മോഷൻ പിക്ചേഴ്സിൻ്റെ, അതായത് നമ്മുടെ കമ്പനി ബ്രാൻഡിൽ ഒരു വ്യക്തി, ഒരു തൃശ്ശൂർക്കാരനൊരു വ്യക്തി കേരളത്തിലുള്ള പല ജില്ലകളിലുള്ള പെൺകുട്ടികളെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു പുള്ളി ഒരു പടം ഡയറക്റ്റ് ചെയ്യാനും പ്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടി പോവുകയാണ്. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പം പ്രൊഡക്ഷൻ ബാനറിൻ്റെ പേര് വെച്ചേക്കുന്ന ഡോട്ട്സ് പ്രൊഡക്ഷൻസാണ്. ഈ ഡോട്ട്സ് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി നിലവിലുണ്ടായിരുന്നു. 2019-20 കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഒരു നല്ല പനമ്പള്ളി നഗറിൽ ബേസ് ചെയ്തൊരു സ്ഥാപനമായിരുന്നു. കോവിഡ് സമയത്ത് നിർത്തിയിട്ട് അതിൻ്റെ ഓണർ വിദേശത്തേക്ക് പോയി. അപ്പോൾ ഡോട്ട്സ് പ്രൊഡക്ഷൻസിൻ്റെ ബാനർ പുള്ളി എടുത്തിട്ട് ആ ഡോട്ട്സ് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന പേരും വെച്ചിട്ട് മാട്രോ സ്റ്റുഡിയോസ് അല്ലെ മാട്രോ മോഷൻ പിക്ചേഴ്സ്, എൻ്റെ പേര്, ഞാൻ ചെയ്ത പടങ്ങളുടെ പേരുകൾ, അതായത് സൺഡേ ഹോളിഡേ, ബിടെക്, സേരാബാനും ഇതൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും ഇൻവിറ്റേഷൻ അയച്ചു. അതായത് റിവെഞ്ച് എന്ന് പറയുന്ന ഒരു ത്രില്ലർ പടം തുടങ്ങാൻ പോകുന്നു. ജൂൺ 28 തുടങ്ങുവാണ്. മാട്രോ ആണ് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് മാട്രോയുടെ പ്രൊഡക്ഷൻ ബാനറിൽ ഡോട്ട്സ് പ്രൊഡക്ഷനോട് ചേർന്നിട്ട്, അതായത് പുള്ളി തന്നെ, ആ വ്യക്തിയുടെ തന്നെ ഒരു പേരും വെച്ചിട്ട് ഈ സാധനം നാട്ടിലുള്ള എല്ലാവർക്കും അയച്ചു. ഇത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പോകുന്നുണ്ടെന്നാണ് ഇത് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. പല ആൾക്കാരും പുള്ളിക്കാരനെ ബന്ധപ്പെടുകയും പുള്ളിക്കാരൻ്റെ പ്രൊഫൈൽ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് പല ആൾക്കാരെയും സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഈ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പം ഒരു പെൺകുട്ടിയാണ് നമ്മളെ കോൺടാക്ട് ചെയ്തത്. ആദ്യം ഒരു പെൺകുട്ടി കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന ജൂൺ 28 നിങ്ങളുടെ ഒരു പടം തുടങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഒരു പടം ഞങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടില്ല. എന്ത് പടം തുടങ്ങിയാലും സോഷ്യൽ മീഡിയ ചാനൽസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഞങ്ങൾ ഓഡിഷൻ നടത്തുവാണെങ്കിലും അത് സോഷ്യൽ മീഡിയ ചാനൽസ് ത്രൂ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ട് അതിൻ്റെ പ്രൊസീജിയറുണ്ട്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് കാര്യമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തി ഒരു മെയിലൊക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് ഒരു ഫേക്ക് ഐ ഡി ഒക്കെ ഉണ്ട്. ഫേക്ക് ഐ ഡി അല്ല, ഒറിജിനൽ ഐ ഡി തന്നെ. പുള്ളിക്കാരൻ്റെ തമാശ എന്ന് വെച്ചാൽ, ഈ വ്യക്തിക്ക് ഒരു 3-4 ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, ഒരു 3-4 ഫേസ്ബുക്ക് ഐ ഡീസ് ഉണ്ട്. ഇതിനകത്ത് ഒരൊറ്റ ഐ ഡി ഒഴിച്ച് വേറൊരു ഐ ഡിയും എല്ലാ ഐ ഡിയും പുള്ളി സിംഗിളാണ്. പുള്ളി പ്രൊജക്റ്റ് ചെയ്തേക്കുന്നത് പുള്ളി സിംഗിളാണെന്നാണ്. പക്ഷെ 2022 ഈ വ്യക്തിയുടെ കല്യാണം കഴിഞ്ഞതാണ്. ഈ വ്യക്തി തൃശ്ശൂർക്കാരനാണ്. പേരും അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. നമ്മളത് കൊണ്ടുവന്നിട്ട് കേസ് ഫയൽ ചെയ്തിട്ടുമുണ്ട്. അപ്പം നിയമത്തിൻ്റെ വഴിക്ക് പൊക്കോളുമല്ലോ. ഇത് പക്കാ ഫ്രോഡ് പരിപാടിയാണ് കാണിച്ചത്. പിന്നെ എനിക്ക് ഈ എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും ഇതിൻ്റെ പേരിൽ, ഈ റിവെഞ്ച് എന്ന് പറയുന്ന പടം, ഈ dotsproductions@gmail.com എന്ന് പറയുന്ന ഒരു ഇമെയിൽ അഡ്രസ്സിൽ നിന്നാണ് പുള്ളി കോൺടാക്ട് ചെയ്തേക്കുന്നത്. ദയവ് ചെയ്ത് ആരെങ്കിലും ഇത് അഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അതായത് നിങ്ങൾക്ക് സാമ്പത്തിക കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഇങ്ങനെയുള്ള ഫ്രോഡുകളൊക്കെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്രോഡിൻ്റെ കാര്യം തന്നെ പറയാം. അതായത് ഈ അയച്ച വ്യക്തി തൃശ്ശൂർക്കാരനാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ആള്
ഒരു കമ്പനി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എന്നാണ് പുള്ളി അവകാശപ്പെടുന്നത്. എന്നാൽ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ അങ്ങനെ ഒരു സ്റ്റാഫേ ഇല്ല. അതായത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ചിലപ്പം ഓഫീസിൽ പോകുമെന്ന് പറഞ്ഞിട്ടായിരിക്കും. 2022 എൻഡിൽ പുള്ളി കല്യാണം കഴിച്ചിട്ടുമുണ്ട്. ഭാര്യയും വീട്ടുകാരും ഇതൊന്നും അറിയുന്നുണ്ടാകത്തില്ല പുള്ളി ജോലി ചെയ്യുന്നില്ല എന്നുള്ളത്. പുള്ളിക്ക് ഇപ്പം ശരിക്കും ജോലിയൊന്നുമില്ല. പുള്ളിയുടെ പണി എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള പെൺപിള്ളേർക്കും ആൺപിള്ളേർക്ക് അയച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനൊരു പടം പുള്ളി ഡയറക്റ്റ് ചെയ്യാൻ പോകാമെന്നും ഞങ്ങളാണ് അതിൻ്റെ ബാക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി മെയിൽ അയച്ചേക്കുന്നത്. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനടുത്തും, നിങ്ങളിത് എക്സ്റ്റെൻഡഡ് ആയിട്ട് നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, അപ്പനമ്മമാർ എല്ലായിടത്തും പറയല്ല, ഇങ്ങനെയുള്ള സിനിമ ഇൻഡസ്ട്രിക്കകത്തിനെക്കാട്ടി കൂടുതൽ ഫ്രോഡുകൾ സിനിമ ഇൻഡസ്ട്രിയുടെ പേര് യൂസ് ചെയ്യുന്ന ഫ്രോഡുകളാണ് പുറത്തുള്ളത്. ഈ ഓഡിഷൻ്റെ പേരും പറഞ്ഞിട്ട് പല അക്രമങ്ങളാണ് കാണിക്കുന്നത്. ഒന്നാമത്തെ കാര്യം സാമ്പത്തിക നഷ്ടം. ഈ സാമ്പത്തിക നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഓഡിഷൻ ഉണ്ട്, ഓഡിഷൻ ഇല്ല, സെലക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നിങ്ങളുമായിട്ടൊരു റാപ്പോ ബിൽഡ് ചെയ്തതിന് ശേഷം അവർ പറയും അത്യാവശ്യമായിട്ട് ഒരു 2 ലക്ഷം രൂപ വേണം, ഇത് ഈ ആ പർട്ടിക്കുലർ റോളിലേക്ക് ചാർട്ട് ചെയ്യാൻ ഒരാൾ 5 ലക്ഷം രൂപ കമ്മിറ്റ് ചെയ്താണ്, നിങ്ങളായതുകൊണ്ട് ഞാനത് 2-3 ലക്ഷം രൂപയ്ക്ക് ആക്കി തരാം, പ്രൊഡ്യൂസർ ഇച്ചിരി ടൈറ്റാണ്, അപ്പോൾ ഒരു 2-3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ആ പടത്തിൻ്റെ ഇന്ന പോർഷൻ അങ്ങ് തുടങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് കാശ് മേടിക്കും. ഇങ്ങനെയുള്ള വ്യക്തികളെ ടാർഗറ്റ് ചെയ്യുന്ന ലേഡീസിനെയാണ്. ഈ ലേഡീസിനെ ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലൊക്കെ സ്വർണം കാണും, പെട്ടെന്ന് ഇത് ക്യാഷ് ആക്കാൻ പറ്റും. ഇതുകൊണ്ടാണ് ലേഡീസിനെ ടാർഗറ്റ് ചെയ്യുന്നത്. പിന്നെ മാനാഭിമാനം ഭയന്നിട്ട് ഈ ലേഡീസ് ആരും പോയിട്ട് വീട്ടുകാരുടെ അടുത്തോ ഭർത്താവിനടുത്തോ ആരടുത്ത് ഇത് പറയത്തുമില്ല. അതായത് ഇങ്ങനെ ഒരുത്തൻ വന്ന് നമ്മളെ പറ്റിച്ചു എന്നുള്ളത്. ഇതിലാണ് ലേഡീസിനെ ടാർഗറ്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം കാസ്റ്റിംഗ് കൗച്ച് പരിപാടി. അതായത് സിനിമയിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവസരം തരാമെന്നും പറഞ്ഞുകൊണ്ട് കാസ്റ്റിംഗ് കൗച്ച് ചെയ്യുന്ന പരിപാടി. അതിൻ്റെ ഡീറ്റെയിൽസ് പല ആരോപണങ്ങളും നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുമുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ഞാൻ എൻ്റെ പ്രേക്ഷകരോട്, അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടും എക്സ്റ്റൻഡഡ് ആൾക്കാരോടും എല്ലായിടത്തും ഞാൻ പറയുന്നത്, ഈ ഓഡിഷൻ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ചാടി ഇറങ്ങരുത്. നിങ്ങൾ അന്വേഷിക്കുക. ആ പല പെൺകുട്ടികൾക്കും വിളിച്ച് ചോദിച്ച് അന്വേഷിക്കാൻ പറ്റിയതും കൊണ്ട് മാത്രമാണ് അവർ ചതവിൽപ്പെടാതെ പോയത്. ആ വിളിച്ച പെൺകുട്ടിക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഇത് അറിഞ്ഞപ്പം തന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ അസോസിയേഷൻസിലെല്ലാം കൊണ്ടുവന്ന് പേപ്പർ കൊടുത്തു. ഫെഫ്ക അടക്കം എല്ലായിടത്തും കൊണ്ട് പേപ്പർ കൊടുത്തു. ഫെഫ്ക, പ്രൊഡ്യൂസേഴ്സ്, ചേംബർ, എല്ലായിടത്തും കൊടുക്കാനുള്ളത് പേപ്പർ കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തു. വക്കീൽ നോട്ടീസ് ഇടാനുള്ള പ്രൊവിഷൻസ് ചെയ്തു. കോടതിയുടെ നിയമ നടപടിയുമായിട്ട് മുമ്പോട്ട് പോകുന്ന രീതിയിൽ ഞാൻ ചെയ്തു. ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്നെല്ലാം ചെയ്തു. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലെല്ലാം നിങ്ങൾക്ക് പോയിട്ട് മാട്രോ മോഷൻ പിക്ചേഴ്സിൻ്റെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ പോയാൽ പോസ്റ്റ് കാണാൻ പറ്റും. പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. അതായത് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നടന്നത്. ദയവ് ചെയ്ത് ഓഡിഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഓഡിഷൻ മാട്രോ മോഷൻ പിക്ചേഴ്സ് ഓഡിഷൻ വിളിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ലീഗൽ പ്രൊസീഡിങ്സ് അനുസരിച്ച് ഞങ്ങൾ ചെയ്യത്തുള്ളൂ. അല്ലാതെ ഒരാളിനെയും ഞങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല ഓഡിഷൻ വിളിക്കാൻ വേണ്ടി. ദയവ് ചെയ്ത് നിങ്ങൾ കേൾക്കുന്നവരെല്ലാവരും പോയി പറ്റരുത്. ഏറ്റവും കൂടുതൽ ചതവ് സംഭവിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഓഡിഷൻ. ഇത് ഞാൻ എൻ്റെ ഉദാഹരണം പറഞ്ഞു. അത് 2-3 വർഷം മുമ്പ് നടന്ന ഒരു ഭാഗം. എനിക്ക് വേറൊരു ഉദാഹരണം പറയാനുണ്ട്. ഞാൻ പണ്ട് ദുബായിലുണ്ടായിരുന്ന സമയത്താണ് ഫുജേറയിൽ നടന്നൊരു സംഭവം. അതായത് നാട്ടിൽ നിന്ന് കുറേ പേര് കയറി വന്നു. ക്യാമറമാന്, ടെക്നീഷ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് വരുന്നു. ഒരു നടൻ, എസ്റ്ററിയേഴ്സിൽ ഒരു നടനും ഉണ്ട് കൂടെ. ഫുജേറ വന്നു, ഓഡിഷൻ ചെയ്തു. 100 കണക്കിന് ആൾക്കാർ അറ്റൻഡ് ചെയ്തു ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ ഓഡിഷൻ വന്ന എല്ലാ ആൾക്കാരും സെലക്റ്റായി. പക്ഷേ എല്ലാ ആൾക്കാരുടെ നിന്നും 100, 200, 500 ദിറംസ് വെച്ചിട്ട് ഇവർ കളക്ട് ചെയ്തിട്ട് പോയി. അതായത് എല്ലാവരും പറഞ്ഞു നിങ്ങൾ സെലക്റ്റായി, ഓഡിഷൻ്റെ ചാർജസ് അല്ലെങ്കിൽ ക്യാമറ ടെസ്റ്റ്, ഇങ്ങനെ നല്ല നല്ല പേരുകൾ ഇവിടെ ഇടും. ക്യാമറ ടെസ്റ്റ്, ക്യാമറ റെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 100 ദിറംസ്, 200 ദിറംസ്, 500 ദിറംസ് വരെ പല ആൾക്കാരിൽ നിന്ന് മേടിച്ച് എല്ലാവരെയും സെലക്ട് ആക്കി പോയി. ആ പടവും നടന്നില്ല. അവർക്ക് UAE വന്ന് ദുബായ് വന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി കുറച്ച് പൈസ ഉണ്ടാക്കി. ഇതേ പരിപാടി കേരളത്തിൽ നടക്കുന്നുണ്ട്. ഓഡിഷൻ എന്ന് പറഞ്ഞ പേരും പറഞ്ഞിട്ട് ആൾക്കാരെ വിളിക്കും. ആൾക്കാരെ വിളിച്ചിട്ട് അവരുടെ എന്ന് പറയും ഓഡിഷൻ രജിസ്ട്രേഷൻ ഫീ 100 രൂപ അല്ലെങ്കിൽ 200 രൂപ. നിങ്ങൾ തന്നെ ഒന്ന് കണക്കൂട്ടി നോക്കുക. ഒരു 100 പേരുടെ നിന്ന് 100 രൂപ മേടിച്ചാൽ 10,000 രൂപയായി. 500 പേരുടെ 100 രൂപ മേടിച്ചാൽ 50,000 രൂപ. അതായത് അവരുടെ വട്ടച്ചെലവ് കഴിയാനുള്ള കാര്യമുണ്ട്. ഇത് ഇവിടുത്തെ നല്ല പ്രൊഡക്ഷൻ ഹൗസുകളൊന്നും 5 പൈസയും നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കത്തില്ല. നിങ്ങളത് മനസ്സിലാക്കുക. പിന്നെ ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻ ഹൗസുകളൊന്നും വാലുകളെ ഒന്നും ഏൽപ്പിക്കത്തുമില്ല. ഒരു വാലിനെയും ഒരു എക്സ്റ്റൻഡഡ് ആൾക്കാരെ ഏൽപ്പിക്കത്തില്ല നമുക്ക് വേണ്ടി ഓഡിഷൻസ് റൺ ചെയ്യാൻ വേണ്ടി. കാരണം
ഒരു പ്രൊഡക്ഷൻ ഹൗസ്, ഒരു പ്രൊഡക്ഷൻ ബാനറിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ഇമേജാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ബ്രാൻഡ് ഇമേജിനെ ബാധിക്കും. അത് എക്സ്ട്രീംലി കെയർഫുള്ളാണ് ഓഡിഷൻ. പല പ്രൊഡക്ഷൻ ഹൗസുകൾ ഓഡിഷൻ നടത്താറേയില്ല. നിങ്ങളുടെ പ്രൊഫൈലോ അയച്ചു കൊടുത്താൽ നിങ്ങളെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് ഇന്നൊരു പടം വരുന്നുണ്ട്, നിങ്ങൾ വന്ന് ടെസ്റ്റ് എടുക്കാൻ പറയും, സ്ക്രീൻ ടെസ്റ്റ് എടുത്ത് നോക്കാൻ പറയും. ഇങ്ങനെയാണ് സാധാരണ ചെയ്യപ്പെടുന്നത്. ഇപ്പം നിങ്ങളുടെ എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് പോയി പെടരുത്. ഒരു പ്രൊഡക്ഷൻ ബാനറിൻ്റെ പേരിൽ നിങ്ങൾ ഒരു ഓഡിഷൻ കോൾ ഔട്ട് വന്നാൽ അത് റീകൺഫേം ചെയ്യണം. ഇപ്പം മാക്രോയുടെ പേരിലാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ മാക്രോയുടെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലാം നമ്മുടെ നമ്പർ കിടപ്പുണ്ട്. നിങ്ങൾ വിളിച്ചിട്ട് ചോദിക്കുക, ഇങ്ങനെ ഒരു ഓഡിഷൻ നിങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് ചോദിക്കുക. അത് എന്നെയല്ല, ഇവിടുന്ന് ആരെയും വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. എല്ലാ പ്രൊഡ്യൂസേഴ്സും, ഇപ്പോൾ സെൻട്രൽ, സെഞ്ചുറി, ലിസ്റ്റിൻ, മാജിക് ഫ്രെയിംസ്, നിങ്ങൾ യു നെയിം ഇറ്റ്, സ്ഥിരമായിട്ട് പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ഷൻ ബാനേഴ്സിനും അവരുടെ നമ്പർ ലിസ്റ്റഡ് ആണ്. നിങ്ങൾ വിളിച്ച് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഓഡിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെടാവൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നല്ല പ്രൊഡ്യൂസേഴ്സ് ആരും നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഇരുന്ന് ചാറ്റ് ചെയ്യത്തില്ല. അതായത് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കൂടെയും ചാറ്റ് എപ്പോഴും പുള്ളി അവൈലബിളാണ്. അതായത് വാട്സപ്പ് നോക്കി കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ചാറ്റിംഗ് ആണ്. ഇതൊന്നും ഒരു പ്രൊഡ്യൂസേഴ്സും ചെയ്യില്ല. കാരണം പ്രൊഡ്യൂസേഴ്സ് അതിനുള്ള സമയമില്ല. കാരണം ഒരു ദിവസം എത്ര കഥ കേൾക്കുന്ന പ്രൊഡക്ഷൻ ഹൗസുകളുണ്ടെന്നറിയാം. ഈ കഥ കേൾക്കണം, മൂവിയുടെ ഷൂട്ട്, ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാവരും എൻഗേജ്ഡ് ആയിരിക്കും. അങ്ങനെ ഒരുത്തൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ സൂക്ഷിക്കണം. പിന്നെ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ബാനറിൻ്റെ ഒരു സ്റ്റാഫ് ചെയ്യുന്നു എന്ന് തന്നെ വിചാരിക്കുക. നിങ്ങൾ അവനെ റിപ്പോർട്ട് ചെയ്യണം. ചിലപ്പോൾ ആ പ്രൊഡ്യൂസർ ഇതിനെക്കുറിച്ച് അറിയുന്നേ ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം റിപ്പോർട്ട് ചെയ്ത് പ്രൊഡ്യൂസറിൻ്റെ നമ്പർ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ചേംബറിൽ വിളിക്കുക, കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ്, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അസോസിയേഷനെ വിളിച്ചിട്ട് പറയുക. അവർ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രൊഡ്യൂസർ നമ്പർ തരണമെന്നില്ല, പക്ഷെങ്കിൽ അവർ ആ പ്രൊഡ്യൂസറിനെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യും, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യും. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ദയവ് ചെയ്ത് എന്നെ കേൾക്കുന്നവരടുത്ത് പറയുക, ഓഡിഷൻ വെച്ച് രജിസ്ട്രേഷൻ ഫീസ്, ക്യാമറ ടെസ്റ്റ്, സ്ക്രീൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ കൊടുക്കാതിരിക്കുക. അങ്ങനെ പൈസ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് ഫ്രോഡാണ്. രണ്ടാമത്, ഈ കാസ്റ്റിംഗ് കൗച്ച് ചെയ്താൽ നിങ്ങൾക്ക് അവസരം കിട്ടും. ആണും പെണ്ണും രണ്ടുപേരടുത്തും ഞാൻ പറയുവാണ്, നിങ്ങൾക്ക് കാസ്റ്റിംഗ് കൗച്ച് ചെയ്താൽ അവസരം കിട്ടുമെന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുകയേ വേണ്ട. കാരണം ഈ അങ്ങനെ ചെയ്യാൻ, പണം പിടിച്ച് അങ്ങനെ ചെയ്യാൻ ഇറങ്ങുന്നതിനൊന്നും ഇവിടെ നിലനിന്നിട്ടുമില്ല, നിലനിൽക്കത്തുമില്ല. ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ കർമ്മ എന്ന് പറയുന്ന സാധനമുണ്ട്, ഇത് കറങ്ങി വരും. മൂന്നാമത്തെ കാര്യം, ദയവ് ചെയ്ത് റീചെക്ക് ചെയ്യുക. ഒരു കാസ്റ്റിംഗ് കോൾ ഔട്ട് വന്നു കഴിഞ്ഞാൽ അത് റീചെക്ക് ചെയ്തിട്ട് മാത്രം ചെയ്യുക. ഇൻക്ലൂഡിങ്, ഇപ്പം ഞാൻ നിങ്ങളുടെ കാര്യം പറയാം, ഇപ്പം ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊന്നും അനാവശ്യമായിട്ട് കാസ്റ്റിംഗ് കോൾ ഇടാൻ തന്നെ സമ്മതിക്കത്തില്ല. കാരണം അതിനൊരു പ്രോപ്പർ പ്രൊസീജിയറുണ്ട്. ഇപ്പം ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രൊസീജിയറുണ്ട്, പ്രൊഡ്യൂസർ അസോസിയേഷൻ ചേംബറും ഒക്കെ അംഗീകരിച്ച ഒരു പ്രൊസീജിയറുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു പടത്തിന് കാസ്റ്റിംഗ് കോൾ, അതായത് കാസ്റ്റിംഗ് കോൾ, നമുക്ക് ഓഡിഷൻ ചെയ്ത ആൾക്കാരെ എടുക്കാനുണ്ടെങ്കിൽ, ഓഡിഷൻ കോൾ ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഞാനൊരു പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്തു നിന്നാണ് സംസാരിക്കുന്നത്. ആദ്യം നമ്മൾ നമ്മുടെ ലെറ്റർ ഹെഡിൽ ഇന്ന പടത്തിന്, അതായത് ആദ്യം നമ്മൾ ചേംബറിൽ ഈ പടം കൊണ്ട് രജിസ്റ്റർ ചെയ്ത്, പ്രൊഡ്യൂസർ അസോസിയേഷനിലും ചേംബറിലും രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ലെറ്റർ പ്രിപ്പയർ ചെയ്തിട്ട് ആ ലെറ്ററിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് ഏത് ദിവസം എവിടെ വെച്ച് എത്ര മണിക്ക് കാസ്റ്റിംഗ് കോൾ, അതായത് ഓഡിഷൻ നമ്മൾ നടത്താൻ തീരുമാനിക്കുന്നു, ആരാണ് അതിൻ്റെ ഉത്തരവാദികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽഡ് ലെറ്റർ എഴുതും ലെറ്റർ ഹെഡിൽ. ഈ ലെറ്റർ നമ്മൾ ആദ്യം പ്രൊഡ്യൂസർ അസോസിയേഷനിൽ കൊടുക്കും. ഇതിൻ്റെ ഒരു കോപ്പി നമ്മൾ ചേംബറിൽ കൊടുക്കും. ഇതിൻ്റെ ഒരു കോപ്പി നമ്മൾ ഫെഫ്കയിലും മാക്ടയിലും കൊടുക്കും. ഇപ്പം ഇതാണ് ഒരു പ്രൊസീജിയർ. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓഡിഷൻ നടക്കുന്ന ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇതിൻ്റെ ഒരു കോപ്പിയും കൂടെ കൊടുക്കും. പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യും. അതായത് ഉദാഹരണം പറഞ്ഞാൽ കളമശ്ശേരി വെച്ചിട്ടാണ് ഓഡിഷൻ നടക്കുന്നതെങ്കിൽ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യും. സിറ്റിക്കകത്താണ് ചെയ്യുന്നതെങ്കിൽ നോർത്തിലോ സെൻട്രലിലോ ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് വരുന്നതെങ്കിൽ അവിടെ വെച്ചിട്ട്, കൊച്ചി സിറ്റിയുടെ കാര്യമാണ് പറഞ്ഞത്, അവിടെ വെച്ചിട്ട് നമ്മളിത് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യും. ഇന്ന സ്ഥലത്ത് ഒരു ഓഡിഷൻ നടക്കുന്നുണ്ട്. കാരണം ആള് കൂടാം, നമുക്കൊന്നും പറയാൻ ചിലപ്പോൾ ചില ഓഡിഷനിൽ 100 പേരെ വരത്തുള്ളെങ്കിൽ ചില ഓഡിഷനിൽ 1000 പേര് വരും. അപ്പോൾ ആള് കൂടാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ ഇതിനു മുമ്പ് ഓഡിഷൻ നടത്തിയിട്ടുമുണ്ട്. ഒരു പടത്തിന്, ബിടെക് എന്ന് പറയുന്ന പടത്തിന് ഓഡിഷൻ നടത്തി 57 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. 57. അന്ന് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഒരു മിനിമം ഒരു 500 പേര് മേളിൽ വന്നിട്ടുണ്ട് ആ ഓഡിഷന്. ഞങ്ങൾ വിചാരിച്ചു ഒരു 12 മണിക്ക് തീർക്കാമെന്ന് വെച്ചാൽ തീർക്കാൻ പറ്റി 5 മണിക്കാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞതാണ് ഈ ഓഡിഷൻ നടത്തുന്നതിൻ്റെ പ്രൊസീജിയർ. പിന്നെ ഈ ഓഡിഷൻ നടത്തുന്ന സ്ഥലത്ത് ഒരു കാരണവശാലും പൈസ ഇടപാടേ ഇല്ല.
ഏതെങ്കിലും ഏജൻറ്റ് ഏതെങ്കിലും ഒരുത്തൻ വന്നിട്ട് പറയുവാണ് എനിക്ക് ഇത്ര പൈസ തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പടത്തെ നിങ്ങളെ കയറ്റിത്തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം അങ്ങനെ 2, 3, 4 ലക്ഷം രൂപ അല്ലെ 50,000 രൂപ അല്ലെങ്കിൽ 100 രൂപ മേടിച്ചിട്ട് ഓഡിഷൻ നടത്തി അഭിനയിക്കുന്നവരെ എടുക്കേണ്ട ഗതികേടൊന്നും ഒരു പ്രൊഡക്ഷൻ ഹൗസിനും ഇല്ല, നല്ല പ്രൊഡ്യൂസേഴ്സിനും ഒന്നുമില്ല. പിന്നെ ഉടായ്പ കാണിച്ച് നടക്കുന്നത് എങ്ങും എത്താത്ത പടങ്ങൾ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, കുഞ്ഞു പടങ്ങൾ. അവരെന്തു ചെയ്യുന്നത് വെച്ചാൽ ഈ ആർട്ടിസ്റ്റിന് ഏറ്റവും കൂടുതൽ പറ്റിക്കാൻ, സിനിമയിൽ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് ഈ ആർട്ടിസ്റ്റായിട്ട് നടക്കുന്ന പ്രൊഡ്യൂസേഴ്സാണ്. അതായത് ആർട്ടിസ്റ്റ് ആവാൻ നടക്കുന്ന പ്രൊഡ്യൂസർ കാശുള്ളവരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പറയും ഒരു കാര്യം ചെയ്ത് നിങ്ങളൊരു 3 ലക്ഷം രൂപ വെച്ചിടാൻ പറയും. അങ്ങനെ 3 ലക്ഷം പേര് വെച്ച് 10 പേരുടെ നിന്ന് മേടിച്ച് ഒരു 50 ലക്ഷം രൂപയ്ക്ക് പടം പിടിച്ച് പടം ഇറക്കും. പക്ഷെ ഒരു കാര്യമില്ല, നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം. അപ്പം അങ്ങനെയുള്ള പടങ്ങളിൽ നിങ്ങൾ അഭിനയിക്കണോ വേണ്ടായോ എന്ന് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ദയവ് ചെയ്ത് എന്നെ കേൾക്കുന്ന എല്ലാവരുടെ പറയുവാണ്, ഓഡിഷൻ്റെ പ്രൊസീജിയർ ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്, ഇവിടെ മേജർ പ്രൊഡക്ഷൻ ഹൗസുകളെല്ലാം ഫോളോ ചെയ്യുന്ന പ്രൊസീജിയറാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയാണ് ഓഡിഷൻ്റെ സാധനം വരുന്നത്. അല്ലാതെ ഈ ഫേസ്ബുക്ക് വാട്സപ്പിലൊന്നും ചുമ്മാ അത് ഓഡിഷൻ കോൾ ഔട്ട് വന്നു കഴിഞ്ഞാൽ ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾ വെറുതെ സമയം കളയരുത്. രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കേട്ടാൽ അപ്പം തന്നെ ഓടിക്കണം. പിന്നെ ലേഡീസിനടുത്ത് പ്രത്യേകം ഞാൻ പറഞ്ഞ, ഞരമ്പ് രോഗികൾ എല്ലാ തലങ്ങളിലും ഉണ്ട്. പക്ഷേ ഈ ഞരമ്പ് രോഗികൾ, ഭൂരിപക്ഷം ഞരമ്പ് രോഗികളും ഈ സിനിമയുമായിട്ട് ബന്ധമില്ലാത്തവരായിരിക്കും സിനിമയുടെ ഈ ലൈം ലൈറ്റ് ഉപയോഗിക്കാൻ നോക്കുന്നത്. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെ ലേഡീസിൻ്റെ അടുത്ത് പറയുവാണ്, ജെൻസും ഇന്നത്തെ കാലത്ത് ലേഡീസും ജെൻസും വ്യത്യാസമൊന്നുമില്ല, നിങ്ങളിങ്ങനെ അഭിനയിക്കാൻ നടക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ റെഗുലർ നമ്പർ അല്ലാതെ നിങ്ങൾ വേറൊരു സിം നമ്പറോട് എടുത്തിട്ട് ആ നമ്പറുകൾ മാത്രമേ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ പാടുള്ളൂ. കാരണം അത് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്ത് നമ്പർ തൂക്കിയെടുത്ത് കളയാൻ അധികം സമയം വേണ്ട. അപ്പോൾ ദയവ് ചെയ്ത് എന്നെ കേൾക്കുന്നവരോട് പറയുവാണ്, ഓഡിഷൻ നിങ്ങൾ ദയവ് ചെയ്ത് അനാവശ്യമായിട്ട് ഇതിനിറങ്ങിത്തിരിച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. പിന്നെ മാട്രോ മോഷൻ പിക്ചേഴ്സിൻ്റെ പേരിൽ റിവെഞ്ച് എന്ന് പറയുന്ന പടം ഞങ്ങൾ പിടിക്കുന്നില്ല. അങ്ങനെ ഒരു ഡയറക്ടറെ ഞങ്ങൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ആർട്ടിസ്റ്റ് ടെക്നീഷ്യൻ ലൈനപ്പിലൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞ സംഭവത്തിന് ഈ ഡോട്ട്സ് പ്രൊഡക്ഷൻസിൻ്റെ പേരിൽ ആ തൃശ്ശൂർക്കാരൻ ചെയ്തതിനകത്ത് എന്തെങ്കിലും സാമ്പത്തികമോ പേഴ്സണലോ ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ മുറ പോലെ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം, അത് കോവിഡിന് മുമ്പ് നടന്ന സംഭവം. ഞങ്ങൾ പോലും അറിയാതെ, അതായത് മാട്രോ ടീം പോലും അറിയാതെ ഫേസ്ബുക്ക് ത്രൂ ഒരാൾ ഓഡിഷൻ കോൾ ഔട്ട് ഇട്ടു നമ്മുടെ പേര് വെച്ചിട്ട്. അന്ന് ഓഡിഷൻ കോൾ ഔട്ട്, പടം വരുമെന്നല്ല, ഞങ്ങളൊരു പടം പിടിക്കാൻ പോകുന്നു, അതിന് പുള്ളിക്കാരനെ ഓഡിഷൻ അപ്പോയിൻറ്റ് ചെയ്തേക്കുന്നതാണ്. അന്ന് ഞങ്ങൾ അത് ഞങ്ങൾക്ക് തപ്പി അവനെ കിട്ടിയില്ല. പക്ഷേ ഞങ്ങൾ കൊണ്ട് അത് പരാതി കൊടുക്കുകയും ഞങ്ങളത് ഒഫീഷ്യലായിട്ട് അന്ന് അനൗൺസ് ചെയ്യുകയും ചെയ്തു, ഇങ്ങനെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞു. അത് ഇൻഡസ്ട്രിയിൽ നിന്ന് വേറൊരാൾ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത് തന്നെ. മാട്രോ മോഷൻ പിക്ചേഴ്സ് ഓഡിഷൻ കോൾ ഔട്ട് ചെയ്യുവാണെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, ഏതൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഉണ്ടോ, യൂട്യൂബ് അടക്കം എല്ലായിടത്തും ഞങ്ങളത് പോസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ചില പടങ്ങൾക്കൊന്നും ഓഡിഷൻ കോൾ ഔട്ട് ഉണ്ടാവത്തില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന ലിസ്റ്റ്, അതായത് ഞങ്ങൾക്കൊരു വാട്സപ്പ് നമ്പർ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ആ നമ്പറിലേക്ക്, അതായത് ആ നമ്പറിൽ ലിസ്റ്റഡ് ആണ്, ഫേസ്ബുക്കിലെല്ലാം ലിസ്റ്റഡ് ആണ്. അവിടേക്ക് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വാട്സപ്പിലേക്ക് നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ അയച്ചു തന്നാൽ മതി. ഞാൻ പറയുന്നത് ആർട്ടിസ്റ്റ്, ടെക്നീഷ്യന്, ലിറിസിസ്റ്റ്, മ്യൂസിക് ഡയറക്ടർ, നിങ്ങൾ ആരും ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ അത് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടായിരിക്കണം. നിങ്ങൾ അഭിനയിക്കാനാണ് നടക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, ഫോട്ടോ, ഷോർട്ട് ഫോട്ടോ, ഫുൾ ലെങ്ത് ഫോട്ടോ, നിങ്ങളെക്കുറിച്ചൊരു റൈറ്റപ്പ്, നിങ്ങൾ അഭിനയിച്ച പടങ്ങൾ, അഭിനയിച്ച ഷോർട്ട് ഫിലിംസ്, മ്യൂസിക് വീഡിയോസ്, ഇതിൻ്റെ ഒരു റൈറ്റപ്പ്, ലിങ്ക്സ് എല്ലാം കൂടെ വെച്ചിട്ട് ഒരു സാധനം അയച്ചു തന്നാൽ മതി. ഞങ്ങൾക്ക് ഒരു ഇൻറ്റേർണൽ സിസ്റ്റം ഉണ്ട്. ആർട്ടിസ്റ്റ് ആണെങ്കിലും ടെക്നീഷ്യൻ ആണെങ്കിലും ഞങ്ങളത് സേവ് ചെയ്തിടും. ഒരു പടം തുടങ്ങുന്നതിന് മുമ്പ് പ്രൊഡക്ഷനിൽ നിന്ന് കോള് പോയിട്ട് നിങ്ങളെ വിളിക്കും. നിങ്ങൾക്കൊരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവാനാണ് ഉദ്ദേശം, നിങ്ങൾക്കൊരു ആർട്ടിസ്റ്റ് ആവാനാണ്, അല്ലെങ്കിൽ ലിറിസിസ്റ്റ് ആവാനാണ്, നിങ്ങൾക്ക് എന്തോ ആവാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് കോൾ ഔട്ട് വരും. ഇന്ന ദിവസം ഞങ്ങളുടെ ഒരു പടം നടക്കുന്നുണ്ട്, ഇന്ന റോളാണ്, അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട്. ചില കേസിലൊന്നും സ്ക്രീൻ ടെസ്റ്റ് പോലും കാണത്തില്ല. നിങ്ങളെ കൊണ്ടുവന്ന് നിർത്തും, ചെറിയ റോളാണെങ്കിൽ സ്ക്രീൻ ടെസ്റ്റിന് ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളെ കൊണ്ടുവന്ന് നിർത്തും, നിങ്ങൾക്ക് അതിനകത്ത് മുഖം കാണിക്കാം, നിങ്ങൾക്കൊരു ടൈറ്റിൽ ഒഫീഷ്യലായിട്ട് നിങ്ങൾ അതിൻ്റെ ഭാഗമായി മാറും. ഒരു മേജർ റോള് കിട്ടുമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ വൺ പ്രിൻസസ് സ്ട്രീറ്റ് എന്ന് പറയുന്ന പടത്തിൽ ഒരു 4 പേരെ ഡെബ്യൂക്കാരെ ആർട്ടിസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 4 ടെക്നീഷ്യൻ ലൈനപ്പിലുള്ള ഒരു 4 പേരെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പം നിങ്ങൾ ഓഡിഷൻ പങ്കെടുക്കുന്ന നിർബന്ധമൊന്നുമില്ല. പോർട്ട്ഫോളിയോ അയച്ചിടുക. ഓഡിഷൻ ആണെങ്കിലും ഞങ്ങൾ വിളിക്കും. അതല്ല ഡയറക്റ്റ് മൂവിയിലേക്ക് ഒരു 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 നിങ്ങളുടെ ഒരു പ്രൊഫൈൽ വെച്ചിട്ടുള്ള ഒരു മാച്ചിങ് ഒരു റോള് വന്നാലും ഞങ്ങൾ വിളിക്കും. ചിലപ്പോൾ സ്ക്രീൻ ടെസ്റ്റ് കാണും. ഈ സ്ക്രീൻ ടെസ്റ്റിനൊന്നും നമ്മുടെ ആൾക്കാരൊന്നും പൈസ മേടിക്കത്തില്ല. സ്ക്രീൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്യുവർലി നിങ്ങൾക്ക് ആ വേഷം ഇട്ടിട്ട് ആ ഒരു കഥാപാത്രത്തിനെ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഡിജിറ്റൽ ക്യാമറയ്ക്കൊക്കെ എന്ത് സ്ക്രീൻ ടെസ്റ്റ് കോസ്റ്റ് വരാനാണ്. സോ എനിവേ, ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്, ഈ ഓഡിഷനെ കുറിച്ച് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് പ്രൊഡ്യൂസേഴ്സ് പെർസ്പെക്റ്റീവ് നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വന്നത്. ദയവ് ചെയ്ത് എൻ്റെ ഈ വീഡിയോ, ഈ ഓഡിഷന് ഈ ചാൻസ് തേടി നടക്കുന്ന എല്ലാവർക്കും, നിങ്ങളുടെ പരിചയക്കാർക്കും ഒക്കെ ഞാൻ ഈ ചെയ്ത വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അവരിതൊന്ന് കേൾക്കട്ടെ. ഇങ്ങനെയാണ് ഇത് പ്രൊസീഡ്. സിനിമയിൽ അവസരം ഒരുപാടുണ്ട്. പക്ഷെങ്കിൽ അത് നിങ്ങൾ തെറ്റായ റൂട്ടിൽ കൂടെ പോയി ആ അവസരം ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. നേരായ മാർഗത്തിൽ തന്നെ പോയാൽ ഇഷ്ടംപോലെ അവസരം നിങ്ങൾക്ക് സിനിമയിൽ കിട്ടും. 10-20 വർഷം മുമ്പുള്ള ഫിലിം ഫീൽഡ് അല്ല ഇപ്പം ഓപ്പർച്യൂണിറ്റീസ് ആർ വെരി ഹൈ. പിന്നെ എല്ലാവരും വലിയ സിനിമാ നടന്മാരാവുന്നുണ്ടോ, സ്റ്റാർഡം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നിങ്ങൾക്കൊക്കെ അഭിനയിക്കാം, നിങ്ങൾക്കൊക്കെ ചാൻസ് തേടാം, മുഖം കാണിക്കാം. പക്ഷെങ്കിൽ സംടൈംസ് സം പീപ്പിൾ ബിക്കംസ് എ സ്റ്റാർ. അത് ഈ പറയുന്ന പോലെ ദൈവാധീനം, ലക്ക്, എക്സ് ഫാക്ടർ, വാട്ട് എവർ യു കോൾ ഇറ്റ്, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ബട്ട് ദർ ഇസ് നോ ഹാം ഇൻ ട്രൈ. ഈ അഭിനയിക്കാൻ നടക്കുന്നവരിടത്തും ടെക്നീഷ്യൻ ആവാൻ വേണ്ടിയും, ഡയറക്ടർ ആവാൻ വേണ്ടി, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആവാനും, ലിറിസിസ്റ്റ് ആവാനും, മ്യൂസിക് ഡയറക്ടേഴ്സ് ആവാനും, എല്ലാ മേഖലയിലുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ബിക്കോസ് ഇഫ് യു ഹാവ് എ പാഷൻ, ട്രൈ ഇറ്റ്. ബിഫോർ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യുക. ഈ ട്രൈ ചെയ്യുക എന്ന് പറയുമ്പം പണിയെല്ലാം കളഞ്ഞിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസം എല്ലാം കളഞ്ഞിട്ട് ട്രൈ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. മദ്രാസിൽ പോയി കിടക്കുന്ന പരിപാടി ഉണ്ടല്ലോ കോടാമ്പാക്കത്ത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇന്നത്തെ കാലത്ത്. ബിക്കോസ് സോഷ്യൽ മീഡിയ വന്നേ പിന്നെ കുറച്ചുകൂടെ വൈഡ് റീച്ചായി. ലോകത്തിൽ എവിടെ ഇരുന്നിട്ടും നിങ്ങൾക്ക് ഒരു ഓഡീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തക്കാണ് രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. സോ എനിവേ, താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് ടു ദിസ്. ദയവ് ചെയ്ത് ഈ എപ്പിസോഡ് ചാൻസസ് തേടി നടക്കുന്നവരുടെ അടുത്ത് നിങ്ങൾ ദയവ് ചെയ്തൊന്ന് ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് തരികിടകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതിനു വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞത്. താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് ടു ദിസ് ചാനൽ. സബ്സ്ക്രൈബ് ചെയ്തതിനും ലൈക്ക് ചെയ്തതിനും ഷെയർ ചെയ്തതിനും എല്ലാം എനിക്ക് താങ്ക് യു ഉണ്ട്. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഇതിൻ്റെ ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ളതായിരിക്കും നെക്സ്റ്റ് എൻ്റെ 1-2 എപ്പിസോഡ്സ്. താങ്ക് യു വെരി മച്ച്.